ഹായ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തവണ ഡിസംബർ 23 CA ഫൗണ്ടേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്കായിട്ടാണ്. അപ്പോൾ അവർ ഇനി എന്നാ നമ്മുടെ എക്സാം വരുന്നത് എക്സാം വരുന്നത് ഡിസംബർ 31 ആണ്. അപ്പോൾ ഇനി ഒരു 15 days ആണ് നമുക്ക് എന്തുള്ളത്, എക്സാമിന് മുമ്പായിട്ടുള്ളത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നത്? കാരണം അഡ്മിറ്റ് കാർഡിലും ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ മാറ്റം ഉണ്ടാവും, SRO നമ്പറിൽ മാറ്റം വന്നിട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ പെടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോഴും ഉറപ്പ് വരുത്തുക എൻ്റെ അഡ്മിറ്റ് കാർഡിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. പല കുട്ടികളും കഴിഞ്ഞ തവണയൊക്കെ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് സാറേ ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ചെക്കിങ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന പേര്, അതുപോലെ ഫോട്ടോ ഉണ്ടോ എന്നുള്ളത്, സിഗ്നേച്ചർ കറക്റ്റ് ആണോ എന്നുള്ളത്, മീഡിയം അപ്റ്റ് ചെയ്തത് ഇംഗ്ലീഷ് തന്നെയാണോ, നിങ്ങൾ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണോ അതോ ഹിന്ദിയാണോ അതിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പാക്കണം. അതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, ചെക്ക് ചെയ്യുക. നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ട്രിപ്ലൈ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വേറെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല. നമ്മൾ തന്നെ പല മീറ്റിങ്ങിലും പല ഇൻട്രാക്ഷൻസിലൊക്കെ കുട്ടികളോട് ഉള്ള ഇൻട്രാക്ഷനിൽ അവരിൽ നിന്നും വന്ന ചില ഡൗട്ടുകൾ, അവർ ചോദിച്ച ചില ഡൗട്ടുകൾ നമ്മളൊന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നു. കാരണം ആ ഡൗട്ടുകളൊക്കെ അതിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഡൗട്ടുകൾ, സംശയങ്ങൾ എന്ത് ചെയ്യാം, പല കുട്ടികൾക്കും വരാം. നിങ്ങൾക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ മീറ്റിങ്ങിലൂടെ തന്നെ നമ്മൾ എന്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഡൗട്ടുകളുള്ള കുട്ടികൾ ഇനിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് FAQ ട്രിപ്ലൈ എന്തിൻ്റെ ബേസിസിലാണ്, കൂടുതലായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു FAQ പ്രിപ്പയർ ചെയ്തതാണ്. ആ FAQs നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. ഇത് റിലേറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കിയ ഡിസംബർ 23 ഗൈഡ് ലൈൻ വെച്ചിട്ട്. പക്ഷെ അതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ബ്ലൂ പെൻ ഉപയോഗിക്കാൻ പറ്റുമോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ഓർ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 എക്സാമിൻ്റെ ഡേറ്റിൽ അതിൽ ഒരു റിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ ആണ് ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആ അപ്ഡേഷൻ വരാതെ വീഡിയോ ആണ് ഉണ്ടായിരുന്നത്. ആ അപ്ഡേഷനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. പിന്നെ എന്താണ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന ഡൂസും ഡോൺസും എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർത്താലോ? ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്പീഡിൽ കാണുമെങ്കിൽ സ്പീഡൊക്കെ ഇട്ടിട്ട് തന്നെ കാണുക. ഫസ്റ്റ് വൺ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, സർ ഈസ് ഇറ്റ് ഓക്കെ ടു യൂസ് അബ്രിവിയേഷൻസ് ഓർ ഷോർട്ട് ടേംസ് ഫോർ അക്കൗണ്ട്സ് എന്നാണ്. അക്കൗണ്ട്സിൻ്റെ എക്സാമിനേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഷോർട്ട് ഫോംസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിന് ആൻസർ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഓൺലി ICA ആക്സെപ്റ്റഡ് അബ്രിവിയേഷൻസ് ആർ അലൗഡ്. ഓക്കെ. അപ്പോൾ വലിയ റിസ്ക് എടുക്കാതിരിക്കുക. പല കുട്ടികളും മാനേജ്മെൻറ്റിന് MGT എന്നും പ്രോഗ്രാമിന് PGM എന്നൊക്കെ എഴുതുന്നുണ്ടാവും. അങ്ങനെ എഴുതാൻ നിൽക്കരുത്, അതൊന്നും അലൗഡ് അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിന് പകരം A+C എഴുതാം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അങ്ങനെയുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ദെൻ ഇപ്പോൾ ലോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, SEBI സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് പകരം SEBI എഴുതാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പളിന് പകരം ഗ്യാപ്പ് എഴുതാം. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അല്ലാതെ നിങ്ങൾ ഫുള്ളി നിങ്ങളുടേതായ രീതിയിലുള്ള ഷോർട്ട് ഫോം, മെസ്സേജ് ഫോം എന്ത് ചെയ്യരുത്, SMS ഫോം ഉപയോഗിക്കരുത്. അത് ആ റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെയാണല്ലോ. 2, ഈസ് ബ്ലാക്ക് പെൻ മാൻഡേറ്ററി ഫോർ എക്സാം? യെസ്. അതിൽ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ കാരണം ഗൈഡ് ലൈൻസിൽ ചില സ്ഥലത്ത് ബ്ലൂ പെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ
അഡ്മിറ്റ് കാർഡിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബ്ലാക്ക് പെന്ന് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഡൗട്ട് വേണ്ട, എന്ത് ചെയ്യുക, ഒരു റിസ്ക് എടുക്കണ്ട, നിങ്ങൾ ബ്ലാക്ക് പെന്ന് തന്നെ ഉപയോഗിക്കുക, ബ്ലാക്ക് പെന്ന് മാത്രം കൊണ്ടുപോവുക, ബ്ലാക്ക് പെന്നും പെൻസിലും തന്നെ കൊണ്ടുപോവുക. സോ ഈസ് ബ്ലാക്ക് പെൻ മാൻഡേറ്ററി? യെസ്, യൂസ് ബ്ലാക്ക് പെൻ ഒൺലി. ഓക്കെ, അതാണ് അഡ്മിറ്റ് കാർഡിൽ അവർ വീണ്ടും ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു അറ്റൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ? ക്വസ്റ്റ്യൻ ഇതാണ് കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സാറേ ക്വസ്റ്റ്യൻ 1 അതിൽ 1A 1B 1C എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 2 എഴുതുക, 2A എഴുതുക, 2B എഴുതുക, 2C എഴുതുക, ഇങ്ങനെ എഴുതണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഇല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 സെലക്ട് ചെയ്താൽ അതിൻ്റെ ഫുള്ള് അടുത്തടുത്തായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നല്ല, അങ്ങനെ തന്നെ എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ സൈഡിലോ എന്ത് എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, 1A എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ബാക്കിയുള്ള സ്ഥലം വിട്ടോ, ബാക്കിയുള്ള സ്ഥലം വിടുക. 2A നിങ്ങൾക്ക് അറിയില്ല, അത് എഴുതിയിട്ടേ വേറെ എഴുതുന്നുള്ളതല്ല, അതിനുള്ള ആവശ്യമായ സ്ഥലം വിടുക. ഓക്കെ, സ്ഥലം വിടുക, പിന്നെ അടുത്തത് സ്ഥലം വിടുക, എന്നിട്ട് നിങ്ങൾ അടുത്തതിലോട്ട് പോവുക. അപ്പോൾ സ്ഥലം വിടുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്തരം മതിയാവുമോ? അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേജ് എക്സ്ട്രാ വിട്ടോടാ. നമ്മൾ പൈസ കൊടുത്തിട്ടല്ല എക്സാം എഴുതുന്നത്, ഒരു പേജ് എക്സ്ട്രാ വിട്ടോ. അപ്പോൾ 1A എനിക്ക് ഒരു പേജ് തീരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്, എനിക്കിപ്പോൾ എഴുതാൻ അതിലാറ് അറിയുന്ന വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 2 പേജ് വിട്, 2 പേജസ് വിട്. ഇനി നിങ്ങൾ പേജസ് 2 പേജസ് വേണമെന്ന് കരുതി, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അതിലൊന്നും തീരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയപ്പോൾ ഒന്ന് തെറ്റിപ്പോയി വെട്ടി വീണ്ടും എഴുതിയപ്പോൾ അവിടെ സ്ഥലമില്ല. അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ വറിയാവൊന്നും വേണ്ട, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവസാനവും കൊണ്ടുപോയി എഴുതാം. അവിടെ അയ്യോ ഇനിയിപ്പോൾ എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കരുത് നിങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ എന്തേ ഓപ്ഷൻ ഉള്ളൂ, പിന്നെ നമുക്ക് അറിയും എന്നുള്ളത്, എക്സാം ആരാണോ പേപ്പർ നോക്കുന്നത് അവരെ അറിയിക്കുക എന്നുള്ളതാണ്, ആ ഓപ്ഷൻ എടുക്കുക. പക്ഷെ അത് ലാസ്റ്റ് റിസോർട്ട് ആക്കുക, അല്ലാതെ ഫസ്റ്റേ അതിന് മുതിരരുത്. ഫസ്റ്റ് എന്ത് തന്നെ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു അറ്റൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ? നോ, അങ്ങനെ മാൻഡേറ്ററി ഒന്നും ഇല്ല. എന്താ പറയുന്നത്, യു ക്യാൻ അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ ഇൻ എനി ഓർഡർ, ഹവർ ദ സബ് ക്വസ്റ്റ്യൻ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഷാൾ ബി അറ്റൻഡഡ് ടുഗദർ. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളോട് പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പാക്കുക. ഓക്കെ, ദെൻ അടുത്ത് എന്താ, ഈസ് ഇറ്റ് ഓക്കെ ടു മേക്ക് എനി മാർക്കിംഗ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ? നമ്മൾ അഡ്മിറ്റ് കാർഡ് നോക്കിയാലും അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് അലൗഡ്, നിങ്ങൾ ഒരു മാർക്കിങ്ങും ചെയ്യരുതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത് വേറെ ഷെയർ ചെയ്യാൻ പാടില്ല, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും പാടില്ല, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ബട്ട് നിങ്ങൾ ചെറുതായിട്ട്, നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു ഇപ്പം പിന്നെ കിട്ടാൻ പ്രയാസമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞേക്ക് അങ്ങ് എറൈസ് ചെയ്യുക എന്നുള്ളതാണ്. So it is not allowed to make any rough work in question paper. Our working can made where space has been allotted to do such rough works. എന്തെങ്കിലും ഏരിയാസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അങ്ങനെ ഫോളോ ചെയ്യാമെന്ന് കണ്ടിട്ടില്ല, പക്ഷെ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവരത് ചെയ്താൽ നമ്മളെ ഒരു വാണിംഗ് ഒക്കെ തരാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യരുത്, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ എഴുതുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചൂട് പിടിപ്പിക്കരുത് ഇൻവിജിലേറ്റേഴ്സിനെ. ഓക്കെ, ദെൻ ഈസ് ദർ എനി നെഗറ്റീവ് മാർക്ക് ഇൻ എക്കണോമിക്സ് ആൻഡ് BCK? പേപ്പർ 3ക്കും പേപ്പർ 4നും എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കുറേ കുട്ടികൾ ചോദിച്ചാണ്, എക്സാം അടുത്തിട്ടുണ്ട് എന്നിട്ട് അവർക്ക് ആ ഡൗട്ട് തീർന്നിട്ടില്ല. അത് ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ നടത്തുമ്പോൾ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവിടുത്തെ ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല ചില കേസുകളിൽ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനിയിപ്പോൾ മെയിൻ എക്സാമിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പേപ്പർ 3ക്കും പേപ്പർ 4നും എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അത് എങ്ങനെയാണ് വരിക, പേപ്പർ 3ക്കും പേപ്പർ 4നും MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ശരിയാക്കിയാൽ 1 മാർക്കാണെങ്കിൽ തെറ്റാക്കിയാൽ -2.25 മാർക്ക് കുറയും. ഒരു തെറ്റിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്നും 0.25 കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ശ്രദ്ധിക്കുക. സോ നെഗറ്റീവ് കൊണ്ട് 40-39 ആവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ് മാർക്ക് വരാതിരിക്കാനോ 199 നിൽക്കാനോ ഒന്നും ഇടവരുത്തരുത്. അപ്പോൾ അത് കറക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ട് തന്നെ പോവുക. പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയാം, സെക്കൻഡ് ഫെയിലായിട്ട് നെക്സ്റ്റ് റിപ്പീറ്റേഴ്സിനൊക്കെ വരുമ്പോൾ പറയാൻ നെഗറ്റീവാണ് എന്നെ കൊണ്ട് തോൽപ്പിച്ചത്, എനിക്ക് 38 ഞാനത് എഴുതിയിട്ടില്ലെങ്കിൽ. അതിനൊന്നും അങ്ങനത്തെ ഒരു എക്സ്ക്യൂസും വരുത്തരുത്. അതിനൊക്കെ ഉള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവുക. ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ്ലി പ്ലാൻ ഉണ്ടായിരിക്കണം. അത് തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കാരണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സാം മാരത്തോണുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ട്രിപ്പിൾ ഒരുപാട് എക്സാംസുകൾ നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. മോക്ക് എക്സാംസ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ
ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെയും അത്തരം ഒരു തെറ്റ് വരുത്തരുത്. ഓക്കെ, ക്യാൻ ഐ യൂസ് പെൻ ഫോർ ഡാർക്കനിങ് ദ OMR ആൻസർ ഷീറ്റ്? അല്ലെ, OMR ആൻസർ ഷീറ്റ് പറ്റില്ല. OMR ആൻസർ ഷീറ്റിൽ പറ്റും. എവിടെ? അവിടുത്തെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ബോൾ പെൻ ഉപയോഗിക്കാം. പക്ഷേ ആൻസർ സർക്കിൾ ചെയ്യാൻ HP പെൻസിൽ തന്നെ ഉപയോഗിക്കണം എന്നാ, അല്ലേ? HP പെൻസിൽ തന്നെ ഉപയോഗിക്കണം എന്നാ. യൂസ് ബ്ലാക്ക് ഇങ്ക് ബാൾ പോയിന്റ് പെൻ ഓൺലി. പേപ്പർ 1 and 2 ആൻസർ ചെയ്താൽ എന്ത് ചെയ്യുക? അവിടെ പെൻസിലല്ല, പേപ്പർ 1 ഉം 2 ഉം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ലേ? ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണ്ട? പെൻസിൽ ഉപയോഗിക്കണ്ട. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് ഇങ്ക് ബാൾ പോയിന്റ് തന്നെ, അവിടെയും ബ്ലൂ ഉപയോഗിക്കണ്ട എന്നുള്ളത് തന്നെയാണ് അഡ്മിറ്റ് കാർഡിൽ പറയുന്നത്. അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ലാസ്റ്റ് ഡോക്യുമെൻ്റ്, എക്സാമിന് മുമ്പേ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് പറയുന്ന കാര്യമാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ പറയുന്നത് ബ്ലാക്ക് ഇങ്ക് ബോൾ പെന്ന് തന്നെയാണ് പറയുന്നത്. സോ യൂസ് ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ഫോർ റൈറ്റിംഗ് ഇൻ ബോക്സസ് ആൻഡ് HB പെൻസിൽ ഫോർ ഡാർക്കൻ ഇൻ ദ കറസ്പോണ്ടിങ് സർക്കിൾ ബിലോ. പേപ്പർ 3ക്കും 4നും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം. പേപ്പർ 1നും 2നും എന്തില്ല? പേപ്പർ 1നും 2നും MCQ ബുക്ക്ലെറ്റ് ഉണ്ടാവില്ല. പക്ഷെ അവിടെയും നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അതിൻ്റെ താഴെ സർക്കിൾ ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അതും കൂടെ ഒന്ന് കാണാം. ദെൻ വെൻ വിൽ എക്സാം സെൻറ്റർ ബി പബ്ലിഷ്ഡ്? ആൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്തുണ്ടാവും? നിങ്ങളുടെ എക്സാം സെൻറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നോക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച സെൻറ്റർ തന്നെയാണോ വന്നിട്ടുള്ളത്, നിങ്ങൾ കൊടുത്ത സെൻറ്റർ തന്നെയാണോ വന്നിട്ടുള്ളത്, സെൻറ്റർ മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സെൻറ്റർ ഒരു പ്ലേസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, ആ പ്ലേസിൽ ഏത് സ്കൂളാണോ അല്ലെങ്കിൽ ഏത് കോളേജാണെന്നൊക്കെയുള്ളത് ഇപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അത് ഉറപ്പ് വരുത്തുക. അത് ലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം നിങ്ങൾ എക്സാം ഡേയ്സിൽ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദൂരമൊക്കെ ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള ഹോസ്റ്റലോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ദെൻ ഈസ് ഇറ്റ് അലൗഡ് ടു യൂസ് കാർഡ്ബോർഡ് ഫോർ എക്സാം? ഇതിൽ അഡ്മിറ്റ് കാർഡ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. പേന, പെൻസിൽ, ഷാർപ്പനർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാൽക്കുലേറ്റർ പറയുന്നുണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും വേറൊരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ കാർഡ്ബോർഡ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുപോകരുത് എന്ന് എവിടെയും പറയുന്നില്ല. ബട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ തന്നെ എഴുതി ശീലിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ആൻസർ ബുക്ക് ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യം ആ ബുക്ക്ലെറ്റ് നല്ലൊരു കട്ടി ഉണ്ടാവും. അതും വെച്ച് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതൊരു 18 പേജസോ 20ഓളം പേജസ് ഉള്ള ഒരു പേപ്പർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ബുക്ക്ലെറ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ബുക്ക്ലെറ്റ് തന്നെ നമുക്ക് അത്യാവശ്യം എഴുതാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് തന്നെ മതി. നമ്മളൊക്കെ എക്സാം എഴുതിയത് അങ്ങനെയാണ്, വേറൊന്നും കൊണ്ടുപോകാറില്ല. നമ്മൾ ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോകുക. പേന, പെൻസിൽ, സ്കെയില്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോവാറ്. പിന്നെന്താ പറഞ്ഞത്? സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? നോട്ട് അലൗഡ് ടു യൂസ് കാർഡ്ബോർഡ് ഫോർ എക്സാം എന്നുള്ളത് തന്നെയാണ്. അടുത്തതാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊരിക്കലും ക്ലാസ്സിൽ നിന്ന് ഇങ്ങനൊരു ഇത് മോക്കിലല്ലാതെ, ഫൈനൽ മോക്കിലല്ലാതെ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഏറ്റവും വരുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ 3ക്കും 4നും. പേപ്പർ 3ക്കും 4നും എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ആദ്യം മാത്സ് എഴുതും പിന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതും, അല്ലേ? ചില ആൾക്കാർ എഴുതും ആദ്യം ഞാൻ LR എഴുതും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതും പിന്നെ എന്ത് എഴുതും, മാത്സ് എഴുതും, എനിക്കത് കുറച്ച് വീക്ക്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ മാത്സ്, LR, സ്റ്റാറ്റി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കിട്ടൂല. ഇതൊക്കെ മിക്സ് ചെയ്ത് കിടക്കുമായിരിക്കും. ചില കുട്ടികൾ എഴുതും ആ തിയറി എന്തെങ്കിലും ഉണ്ടോ അത് ഞാൻ ആദ്യം എഴുതാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രശ്നം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആകുകയും എക്സാമിന് പോകുമ്പോൾ ആദ്യമായിട്ട് അയ്യോ ഇത് മിക്സ് ചെയ്തിട്ടാണോ, ഇത് ഷഫിൾ ചെയ്തിട്ടാണോ വരിക എന്നും ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചിലപ്പോൾ എന്ത് ചെയ്യും, പേടിക്കും. പല കുട്ടികളും നമ്മുടെ മോക്ക് എക്സാം ഒക്കെ എഴുതിയപ്പോൾ അല്ലെങ്കിൽ മോക്ക് എക്സാം കഴിഞ്ഞപ്പോൾ സാർ ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ആകെ കൺഫ്യൂഷനായി, ഞങ്ങൾക്ക് സമയത്തിന് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്, മോക്കൊക്കെ എഴുതാൻ പറയുന്നത്. ഫൈനൽ എക്സാമിനും ഷഫിൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ സ്റ്റാറ്റി ഏതാണ്, മാത്സ് ഏതാണ്, LR ഏതാണെന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് തരൂല. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് സമയം എന്തിനു കൊടുക്കണം, മൊത്തമായിട്ടൊന്ന് വായിക്കാനും എങ്ങനെ എഴുതേണ്ടതെന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് വേണ്ടി വരും. ഏത് ഞാൻ സർക്കിൾ ചെയ്യണം തീരുമാനിക്കേണ്ടത് വരുന്നുണ്ട്. ഇത് എപ്പോഴും കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ്. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ മോക്കിലൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സാമിന് പോകുമ്പോൾ ആദ്യമായി, കാരണം ക്ലാസ്സിൽ ഡിഫറെൻറ്റ് അല്ലേ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് എടുക്കുന്നത്. എല്ലാവരും എടുക്കുന്നവർ തന്നെ മാത്സും സ്റ്റാറ്റി എടുക്കണം എന്നില്ല. ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുവാണെങ്കിലും ചിലപ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഡറിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് എക്സാംസ് ആ സമയത്ത് നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെ നടന്നു കാണില്ല. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ ചിലപ്പോൾ എന്ത് ചെയ്ത് കാണില്ല,
അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ മോക്ക് എക്സാംസിൽ അങ്ങനെ തന്നെയാണ് വരിക, മൊത്തം ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് വന്ന് കാണുക. എന്നാലും പക്ഷെ നമ്മുടെയൊക്കെ മോക്കിൻ്റെ ഡിസ്കഷനൊക്കെ ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്ത് കാണുക, നിങ്ങൾക്ക് മോക്കിൽ അറേഞ്ച് ചെയ്ത് കാണാം. റിയൽ മോക്കിൽ അങ്ങനെയല്ല, റിയൽ എക്സാമിലും അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ്, ഷഫിൾ ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഷഫിൾ ചെയ്ത് വരുമ്പോൾ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും, അപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. മോക്ക് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അല്ലേ? മോക്ക് എക്സാംസ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മോക്കൊക്കെ കഴിഞ്ഞപ്പോൾ വന്നൊരു ക്വറി ഇതായിരുന്നു: ഡു ക്വസ്റ്റ്യൻസ് ഓഫ് മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഗെറ്റ് ആസ്ക്ഡ് സെപ്പറേറ്റ്ലി ഇൻ ദ എക്സാം? നോ, ക്വസ്റ്റ്യൻസ് വിൽ ബി ഷഫിൾഡ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇതായിരുന്നു കൂടുതലും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൽ റെലവൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQ എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ മുന്നിലോട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ്, നിങ്ങൾക്കിപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്ന് കാണും അല്ലേ? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഉറപ്പാക്കുക നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ദിവസം ഞാൻ നോക്കുള്ളൂ, അങ്ങനെ വല്ല എന്താ പറയുക അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. ആദ്യം എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ ബ്ലർ ചെയ്തിട്ടുണ്ട്, വേറൊന്നുമല്ല, ഇതൊരു ഫിസിക്കൽ ആക്ച്വലി ഒരാളുടെ ഇതാണ്, അതുകൊണ്ട് ആ ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ December 23 അഡ്മിറ്റ് കാർഡാണിത്. ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആണോ, സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം. ഓക്കെ, എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അത് ചേഞ്ചസ് വരാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്, മിസ്റ്റേക്സുകൾ വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. ദെൻ കാൻഡിഡേറ്റ്സിൻ്റെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, അഡ്രസ്സ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. റോൾ നമ്പർ ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ ഉണ്ടാവും. റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇട്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ്, ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യേണ്ട റോൾ നമ്പറാണ്. ആ റോൾ നമ്പർ ഉണ്ടാവും. സിറ്റി, ഏത് സിറ്റിയിലാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളതുണ്ടാവും. ആ സിറ്റി ആയിരിക്കും നിങ്ങൾ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. മീഡിയം, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷിൽ എഴുതാനാണ്, ഇവിടെ ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലേ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് വരുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരുത്താൻ 7 ഡേയ്സിന് മുമ്പ് നമുക്കത് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ചെയ്താൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിച്ചാൽ അവരത് കറക്റ്റ് ചെയ്ത് തരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് നോക്കണമെന്ന് പറയാനുള്ള കാരണം. പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, SRO നമ്പർ ഉണ്ടാവും, അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മൊബൈൽ നമ്പർ ഉണ്ടാവും, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ദെൻ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാവുക. ഈ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവുക. ചില അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. അത്തരം സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് താഴെ പറയുന്നുണ്ട്, ആ ഭാഗം വരുമ്പോൾ ഞാൻ പറയാം. സിഗ്നേച്ചർ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ സിഗ്നേച്ചർ തന്നെയാണ് ഇവിടെ വന്നതെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ സിഗ്നേച്ചറും ഇവിടെ ഉള്ള സിഗ്നേച്ചറും അതുപോലെ അന്ന് നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ടൊരു സൈൻ ചെയ്യാനുണ്ട്, അത് രണ്ടും ഉറപ്പ് വരുത്തണം. അത് രണ്ടും ഒന്നാണെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഇൻവിജിലേറ്റർക്ക് ഡൗട്ട് തോന്നിയാൽ അത് വെറുതെ ഒരു പ്രശ്നമാവും അവിടെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ തന്നെയാണ് ഇവിടെ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ ഇതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ. അതിൻ്റെ ഡീറ്റെയിൽഡ് അഡ്രസ്സാണ് ഇവിടെ ഉണ്ടാവുക. ഇതെന്തിനാ ബ്ലറാക്കി എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ എക്സാമിനേഷൻ സെൻറ്റർ, എക്സാമിനേഷൻ ഹാൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ആ ഹാളിൽ നിന്ന് പരിചയപ്പെടുക, എത്ര ദൂരമുണ്ട്, എങ്ങനെ പോയാലാണ് അവിടേക്ക് എത്താൻ പറ്റുക, ബസ്സിനാണോ അല്ലെങ്കിൽ രാവിലെ എത്തുമോ, അതോ അവിടെ അടുത്ത് ഹോസ്റ്റൽ വല്ലതും എടുക്കേണ്ടി വരുമോ, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇതെന്താണ് സെൻറ്റർ എന്നറിയണം. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ പ്ലീസ് സീ ദ ടൈം ടേബിൾ ആൻഡ് ബ്ലാങ്ക് അക്നോളജ്മെൻറ്റ് റെക്കോർഡ് ഓൺ പേജ് 2 എന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ശ്രദ്ധിക്കുക. ടൈം ടേബിളിലും നിങ്ങളുടെ ടൈം ടേബിൾ ആൻഡ് അക്നോളജ്മെൻറ്റ് റെക്കോർഡ് എന്നുണ്ട്. അതിലെന്തുണ്ട്, ഓരോ ദിവസത്തും പേപ്പർ 1 ഏതാണ്, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, അതിൻ്റെ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ടൈം ഉണ്ട് അല്ലേ. അതിൽ ശ്രദ്ധിക്കുക. 2 PM to 5 PM ആണ് ഏത് ആദ്യത്തെ 2 എക്സാമും വരുന്നത് എന്നാണ്. ആദ്യത്തെ 2 എക്സാമും 2 PM to 5 PM ആണ്. 2 PM to 5 PM ആണ്. എന്നാൽ MCQ പേപ്പേഴ്സ് നോക്കൂ, 2 മണിക്കൂറേ ഉള്ളൂ. പല കുട്ടികളും പറയാറുണ്ട്, സാറേ ഞാൻ 3 മണിക്കൂർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് സമയം കിട്ടിയില്ല. അടി കിട്ടേണ്ടതാണ്. കാരണം
അവൻ അഡ്മിറ്റ് കാർഡൊന്നും നോക്കിയിട്ടേ ഇല്ല. അഡ്മിറ്റ് കാർഡിൻ്റെ മാത്രമല്ല, തുടക്കം മുതൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളോട് പറയുന്നുണ്ടാവും ടൈമിൻ്റെ കാര്യം, മെൻറ്റേഴ്സ് പറയുന്നുണ്ടാവും, നിങ്ങളുടെ അക്കാഡമിക് ഹെഡുമാർ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അഡ്മിറ്റ് കാർഡിലും നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. പല കുട്ടികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സാറേ പേപ്പർ 1ഉം 2ഉം ഞാൻ 3 മണിക്കൂറാണല്ലോ, പേപ്പർ 3ക്കും ഞാൻ 3 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ 2 മണിക്കൂറേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂടാ? ഇല്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. സോ 2 PM to 4 PM, 2 PM to 4 PM ആണ് ഏത് പേപ്പർ 3ഉം പേപ്പർ 4ഉം. അപ്പോൾ ശ്രദ്ധിക്കുക, പേപ്പർ 1ഉം 2ഉം 3 hours എക്സാം ആണ്, പേപ്പർ 3ഉം 4ഉം 2 hours എക്സാം ആണ്, 2 hours എക്സാം ആണ്, 2 hours എക്സാം ആണ്. മറക്കരുത് ഇടാതെ. ഇനി നെയിം ഓഫ് ദ ഇൻവിജിലേറ്റർ. അപ്പോൾ നിങ്ങൾ ഈ ഷീറ്റ് ഉൾപ്പെടെ കൊണ്ടുപോകണം. ഫസ്റ്റത്തെ പേജ് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ ഷീറ്റും ഉണ്ടായിരിക്കണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ. കാരണം നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഓരോ ദിവസവും നിങ്ങൾ ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ആര് സൈൻ ചെയ്യും? ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും. ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും. നെയിം ഓഫ് ദ ഇവിടെ നെയിം ഉണ്ടാവും, ഇവിടെ ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചർ ഉണ്ടാവും. ഓക്കെ, ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചറും ഉണ്ടാവും. നമുക്ക് ഇത് ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഏതുവരെ സൂക്ഷിക്കണം? നിങ്ങളുടെ റിസൾട്ട് വരുന്നവരെയെങ്കിലും നിങ്ങൾ മിനിമം സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ റിസൾട്ട് വരാതിരിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എക്സാമിന് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് എന്താണ്? ഈ അഡ്മിറ്റ് കാർഡിലെ സിഗ്നേച്ചറാണ്, ഇൻവിജിലേറ്ററുടെ പേരും സിഗ്നേച്ചറുമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പാക്കണം ഓരോ എക്സാമിലും തിരിച്ചു പോരുന്നതിന് മുമ്പേ ഇൻവിജിലേറ്റർ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഇൻവിജിലേറ്റർ പേരും സിഗ്നേച്ചറും ഇതിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. അതൊക്കെ മിസ്സാവാറുണ്ട് പല കേസുകളിലും. അതിപ്പോൾ സ്മൂത്തായിട്ട് അങ്ങനെ നടന്നു, റിസൾട്ടും വന്നു, കുഴപ്പമില്ല. ബട്ട് എവിടെയെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് സാധാരണ ഇതൊക്കെ ചെയ്യുവേ, നിങ്ങളിതിലൊന്നും ബോധവാന്മാരാവേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊരു ചെക്കിങ് വേണം. നിങ്ങൾ ഒരു എന്താ പറയുക, ബി അലേർട്ട് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ MCQ ബുക്ക്ലെറ്റ് ആർക്കും ഉണ്ടാവില്ല. സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ, അക്നോളജ്മെൻറ്റ് ഓഫ് റിസിപ്റ്റ്, MCQ ബുക്ക്ലെറ്റ്. അത് ഏതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? പേപ്പർ 3ലും പേപ്പർ 4ലും ആണ്. അതിൽ എന്ത് ചെയ്യണം? MCQ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇൻ്റർണൽ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളൊരു കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു, സാറിൻ്റെ അറിയുന്ന ഏതെങ്കിലും കുട്ടികളാണോ, അവർ ഈ ബുക്ക്ലെറ്റും കൊണ്ട് എന്ത് ചെയ്തു? എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത്തരം അബദ്ധങ്ങളൊന്നും എന്ത് ചെയ്യരുത്. എന്ത് ചെയ്യണം? പേപ്പർ 3ക്കും പേപ്പർ 4നും അക്നോളജ്മെൻറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് MCQ ബുക്ക്ലെറ്റ് തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സൈൻ ചെയ്യണം. അവർ ഇവിടെ സൈൻ ചെയ്യാനുണ്ട് MCQ ബുക്ക്ലെറ്റ്. പിന്നെ വന്നിട്ട് അവർ പറയാണ് MCQ ബുക്ക്ലെറ്റ് അവൻ തരാത്തോണ്ടാണെന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് സിഗ്നേച്ചർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നീ നോക്കണം. ഇതേ നമ്മളുടെ അടുത്ത് പ്രൂഫുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണ് ഈ സ്പേസ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാതെ ഫസ്റ്റ് ഫോട്ടോൻ്റെ പ്രിൻ്റ് മാത്രം എടുത്ത് പോകരുത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് പേജ് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണം. അത്രയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട നിർബന്ധമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം ഇതും കൂടെ നിങ്ങൾക്ക് കിട്ടണം. ഈ ഒരു ഏരിയയും കൂടെ എന്ത് ചെയ്യണം? നമുക്ക് ഇൻവിജിലേറ്റർ നെയിമും സിഗ്നേച്ചറും കൂടെ കിട്ടണം. ഈ 2 പേപ്പറിന് MCQ ബുക്ക്ലെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യരുത്? സ്പേസ് ഇല്ലാത്തത്. അത്രയും ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. സോ പ്ലീസ് സീ ദ ടൈം ടേബിൾ ഒക്കെ കണ്ടു. പ്ലീസ് റീഡ് കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ ഇൻസ്ട്രക്ഷൻ ടു എക്സാമിന്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിക്കാനാണ് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യം. പിന്നെ പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് നോക്കൂ, 3ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, പ്ലീസ് റീഡ് കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ദ എൻക്ലോസ്ഡ് ഇൻസ്ട്രക്ഷൻ ടു എക്സാമിനീസ്, ഇൻസ്ട്രക്ഷൻ ഗിവൺ ഓൺ ദ സെക്കൻഡ് പേജ് ഓഫ് ആൻസർ ബുക്ക്. നിങ്ങളിത് വായിക്കണേ, എന്തായാലും വായിക്കണേ. ഓക്കെ, OMR ആൻസർ ബുക്ക് ഷീറ്റ് ടു അവോയ്ഡ് വിത്ത് ഹോൾഡിംഗ് ക്യാൻസലേഷൻ ഓഫ് യുവർ റിസൾട്ട്. ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ റിസൾട്ട് വിത്ത് ഹോൾഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഒന്നും നമ്മൾ ഇടവരുത്തരുത്. ഈ കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇനി ഞാൻ മുന്നേ പറഞ്ഞ കാര്യം, ഫോട്ടോ സിഗ്നേച്ചർ അല്ലേ, ഇഫ് ദ ഫോട്ടോ ഓർ സിഗ്നേച്ചർ ഓൺ ദ അഡ്മിറ്റ് കാർഡ് ഈസ് നോട്ട് ക്ലിയർലി വിസിബിൾ, അല്ലെങ്കിൽ ശരിക്കും ക്രോപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Paste the photograph and affix signature on A4 size paper, quoting your registration number, name, course and roll number. എന്നിട്ട് എന്ത് ചെയ്യണം? അതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അതൊരു CA കൊണ്ട് എന്ത് ചെയ്യണം? സൈൻ ചെയ്യിപ്പിക്കണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് എന്ത് ചെയ്യണം? സൈൻ ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഇവിടെ ഫോട്ടോ ഇല്ല എന്ന് വിചാരിക്കുക, നോ ഫോട്ടോ, അല്ലെങ്കിൽ ഇവിടെ സിഗ്നേച്ചർ ഇല്ല, അല്ലെങ്കിൽ ഇത് ക്ലിയർ അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കരയല്ല വേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കുക,
സിഗ്നേച്ചർ ഇടുക, ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് വേറൊരു A4 ഷീറ്റിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ A4 ഷീറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഷീറ്റിൽ ഒരു മെമ്പറുടെ സീലും സിഗ്നേച്ചറും വെച്ചിട്ട്, മെമ്പർ എന്ന് പറയുമ്പോൾ ആൾറെഡി സി ആയിട്ടുള്ള ആൾക്കാർ, പ്രാക്ടീസിങ്ങോ ഇതായിട്ടുള്ള സി എക്കാരുണ്ടാവുമല്ലോ, സീലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെടുത്ത് പോവുക, കാര്യം പറയുക. ഓക്കെ, ഞാൻ കണ്ടിട്ട്, ഞാൻ ചെന്നൈയിലാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിരുന്നത്. അന്നൊരു കുട്ടി വരുന്നുണ്ട്, അന്ന് എക്സാം എപ്പോഴാണ് അറിയോ, അന്ന് 1:30 എക്സാമിന് അവൻ 11 മണിക്ക് ഓഫീസിൽ വന്നിട്ടുണ്ട്. 11 മണിക്ക് അവൻ ഓഫീസിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു ടെൻഷനൊക്കെ എത്രയായിരിക്കും. അപ്പോൾ എന്താ സാറേ, ഞാൻ ഇന്നലെയാണ് എൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുത്തത്, അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഫോട്ടോ ഇല്ലാത്ത കാര്യം ശ്രദ്ധിച്ചത്. ആലോചിച്ച് നോക്കൂ, എത്ര ഇറസ്പോൺസിബിൾ ആണ് അവരെന്നുള്ളത്. നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് നിങ്ങൾ എക്സാമിന് പ്രിൻ്റ് എടുക്കാം, അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര ഇറസ്പോൺസിബിളാണ് നിങ്ങൾ. CA പോലത്തെ ഒരു വലിയ എക്സാമിനേഷൻ, CA ഫൗണ്ടേഷൻ പോലത്തെ വലിയൊരു എക്സാമിനേഷന് മുമ്പ് നിങ്ങൾ തീരെ അത് കെയർഫുൾ അല്ല, അല്ലെങ്കിൽ തീരെ ഭയങ്കര കെയർലെസ് ആണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരിക്കലും വരരുത്. ഇപ്പം തന്നെ നോക്കുക, ഇപ്പോഴേ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അഡ്മിറ്റ് കാർഡ് നന്നായിട്ട് വായിക്കുക, അതിനോട് കൂടെയുള്ള ഇൻസ്ട്രക്ഷൻസ് സ്വന്തമായിട്ട് വായിച്ച് നോക്കണം. നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അത് ഇല്ലെങ്കിലും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം, ഒരു CA കാരനെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കണം. എൻഷുർ ദാറ്റ് യു അപ്ലോഡ് ദ സെയിം ഫോട്ടോ ആൻഡ് സൈൻ ഇൻ ദ SSP ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് എക്സാം വിച്ച് വിൽ ദെൻ ബി യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എന്ത് ഫോട്ടോയാണോ കൊടുത്തത്, അതായത് ഈ A4 എന്ത് ഫോട്ടോയും എന്ത് സിഗ്നേച്ചർ ആണോ കൊടുത്തത്, അത് തന്നെ എന്ത് ചെയ്യണം, വീണ്ടും SSP പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. കാരണം അതായിരിക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്സിലൊക്കെ പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ഈ ഒരു പോയിന്റ് നന്നായിട്ടൊന്ന് വായിക്കുക. വായിച്ചിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, അതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കുക, ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് വൃത്തിയായിട്ട് വായിക്കണം. വൃത്തിയായിട്ട് വായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഉണ്ടല്ലോ, അപ്പോൾ ഈ CA കാരൻ സൈൻ ചെയ്ത സാധനം ഉണ്ടാവുമല്ലോ, CA സൈൻ ചെയ്ത സാധനം, അതെന്ത് ചെയ്യണം, ആ ഡോക്യുമെൻ്റ് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും കൂടി എടുക്കുക, ഒരു 4 കോപ്പി എടുക്കുക, ഓരോ എക്സാമിനും കൊണ്ടുപോകാൻ. ഒറിജിനൽ എന്ത് ചെയ്യുക, ഒറിജിനൽ ഫസ്റ്റ് ഡേ അവിടെ എക്സാം ഹാളിൽ കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഡേ ഒറിജിനൽ എക്സാം ഹാളിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി എക്സാമിന് എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 1:30 കയറാം, അതിൻ്റെ മുമ്പ് കയറാൻ പറ്റില്ല. റീഡിംഗ് ടൈം ഉണ്ടെങ്കിൽ 1:45 to 2 PM 15 മിനിറ്റ് നിങ്ങൾക്ക് റീഡിംഗ് ടൈം കിട്ടും. MCQ പേപ്പറിന് കിട്ടൂല. അപ്പോൾ പേപ്പർ 3ക്കും പേപ്പർ 4നും പോയിട്ട് ചൂടാവാൻ നിൽക്കണ്ട. അവകാശങ്ങൾ ചോദിച്ച് വാങ്ങാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കുട്ടികൾ പോയിട്ട് വാങ്ങും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുത്ത് വായിച്ചു നോക്കാൻ പറയും. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഈ ഷീറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആകെ എല്ലാവരുടെയും മുന്നിൽ ഇതാവും. അപ്പോൾ ആൾറെഡി അത് വായിച്ചിട്ട് തന്നെ പോവുക. ഏതിനേ ഉള്ളൂ, പേപ്പർ 1നും 2നും ആണ് 15 മിനിറ്റ്സ് റീഡിംഗ് ടൈം ഉള്ളത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട റീഡിംഗ് ടൈമാണ്. ചിലപ്പോൾ അത് ഇൻവിജിലേറ്റർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക, സാർ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ, അഡ്മിറ്റ് കാർഡിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ കിട്ടാത്തത് എന്നുള്ളത് കൊടുക്കുക. അത് നിങ്ങൾ എക്സാമിന് എഫക്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈഗോ കയറിയിട്ട് മറക്കാൻ ഇടവരരുത്. അപ്പോൾ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അറിയുന്നതായിരിക്കും, ചില സ്ഥലങ്ങളിൽ പ്രശ്നം വരാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ MCQ പേപ്പറിന് ഉണ്ടോടാ, അത് MCQ പേപ്പറിന് ഈ ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ കൂളിംഗ് ടൈം ഇല്ല, അല്ലെങ്കിൽ റീഡിംഗ് ടൈം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 2:15 കഴിഞ്ഞിട്ട് എക്സാം ഹാളിലോട്ട് കയറാൻ പറ്റൂല എന്നുള്ളതാണ്. ലാസ്റ്റ് എൻട്രി ടൈം എപ്പോഴാണ്, 2:15 എക്സാം തുടങ്ങിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ ശരിക്കും പ്രൊവിഷൻ ഇല്ല. ദെൻ എക്സിറ്റ് ടൈം എത്രയാണ്, എക്സാം കഴിഞ്ഞിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം എൻട്രി ടൈം 1:30 1:45 ആകുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1നും 2നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്യാം, ഏത് ആദ്യം എഴുതണം, ഏത് രണ്ടാമത് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. MCQ പേപ്പറിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ലാസ്റ്റ് എൻട്രി, അങ്ങനെയും ചില കുട്ടികൾ പറയാറുണ്ട്, സാറേ ഫസ്റ്റ് 2 പേപ്പറിനും കൂളിംഗ് ടൈം റീഡിംഗ് ടൈം കിട്ടിയല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, MCQ പേപ്പേഴ്സിനും അത് കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം പേപ്പർ 3 അല്ലേ മാത്സ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അതായിരിക്കും പിന്നെ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നം വരുന്നത്. കൂടുതലും ഈ ഒരു ഇതിൽ ലോ, അതേപോലെ പേപ്പർ. അപ്പോൾ 1ഉം 2 അങ്ങനെ പോകും. 4 ആകുമ്പോഴത്തേന് മനസ്സിലായിട്ട് കയറും. അപ്പോൾ പേപ്പർ 3ക്കാണ് ഈ എല്ലാ ടെൻഷനും കയറി വരിക. അപ്പോൾ പേപ്പർ 3ക്ക് എന്താണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അഡ്മിറ്റ് കാർഡിൽ പറയുന്നുണ്ട്. ഇതൊന്നും വായിക്കാതെ പോയിട്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക, വീഡിയോ ഒക്കെ കണ്ടിട്ട് പോവുക. അപ്പോൾ 2:15 കേട്ടോ, 2:15 കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റൂല.
കാലൊക്കെ പിടിക്കേണ്ടി വരും, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പം നേരത്തെ അങ്ങ് എക്സാം ഹാളിൽ എത്തുക എന്നുള്ളതാണ്. കുറച്ച് ലേറ്റ് ഒരു ഹീറ്റ് ഫുഡൊക്കെ കഴിക്കുക, വല്ലാതെ ഫുഡുകളൊന്നും കഴിക്കരുത്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോൺസ് ഇൻസൈഡ് എടുക്കരുത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ബെല്ലടിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവരുത് അല്ലേ. ക്ലാസ്സിലൊക്കെ എത്ര പറഞ്ഞാലും വീണ്ടും ചിലപ്പോൾ ബെല്ലൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺസ് ഓർ എനി അതർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺ മാത്രമല്ല ബാക്കിയുള്ള സാധനങ്ങൾ വരാൻ പാടില്ല. സ്മാർട്ട് വാച്ച് പറ്റൂല. എന്നെ ആരോ മെസ്സേജ് അയച്ചായിരുന്നു, സാറേ സ്മാർട്ട് വാച്ച് പറ്റൂ എന്നുള്ളത്. അപ്പോൾ അവനും കൂടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സ്മാർട്ട് വാച്ച് പറ്റൂല, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കരുത്. കാൽക്കുലേറ്റർ, അതും പറഞ്ഞ സാധനം തന്നെ താഴെ പറഞ്ഞിട്ടുണ്ട് എന്ത് തരം കാൽക്കുലേറ്ററാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. 6 ഫങ്ഷൻസ് 12 ഡിജിറ്റ്സ്. ഈ 6 ഫങ്ഷൻ ഒന്നും തിരഞ്ഞെടുക്കണ്ട, ഈ കാൽക്കുലേറ്റർ ഒക്കെ പറ്റും. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ, പിന്നെ ഡിജിറ്റ്സ് ഒന്നും ഉറപ്പ് വരുത്തുക. 12 ഡിജിറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ അടിച്ചു നോക്കി കേട്ടോ, 12 ഡിജിറ്റ് ഇതിൽ വരുന്നുള്ളൂ, അതൊന്ന് നോക്കുക. 12 ഡിജിറ്റ്സേ വരുന്നുണ്ടാവുള്ളൂ, അതൊന്ന് നോക്കുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ മാറ്റുക. ഈ ഒരു കാര്യം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, ഈ കാര്യം ആൾറെഡി ഡിസ്കസ് ചെയ്തു. എക്സാമിനേഷൻ ടൈമിങ്ങും നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അത് ഓരോ സെൻറ്ററിൽ അങ്ങനെ, ഇത് ഡൊമസ്റ്റിക് സെൻറ്റർ ഇന്ത്യയിൽ എന്തായിരിക്കും 2 to 5ഉം 3ഉം 4ഉം 2 to 4ഉം ആയിരിക്കും. 2 മണിക്കൂറാണ്. വീണ്ടും പറയാണ്, പേപ്പർ 1നും 2നും 3 hours, 2 മണി മുതൽ 5 മണി വരെ. പേപ്പർ 3ക്കും 4നും 2 മണിക്കൂറേ ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ. പേപ്പർ 3ക്കും 4നും എത്രയേ ഉള്ളൂ, 2 hours ഈച്ചേ ഉള്ളൂ. ഓക്കെ, അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് പോവരുത്. വീണ്ടും പറയാണ്, ഞാനിത് സ്ട്രെസ് ചെയ്യാൻ കാരണം പല കുട്ടികളും ഈ മിസ്റ്റേക്സ് കഴിഞ്ഞ കാല എക്സാമുകളിൽ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ വരുത്താൻ പാടുണ്ടോ? ഇല്ല. ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് തന്നിരിക്കുന്നു. ഓൺ കൺക്ലൂഷൻ ഓഫ് എക്സാമിനേഷൻ, എക്സാം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ബുക്ക് പേപ്പർ 1നും 2ലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോരാം, പക്ഷെ ആൻസർ ബുക്ക് കൊടുക്കണം. ആൻസർ ബുക്ക് എടുത്തുകൊണ്ട് പോരരുത്. സാറേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തു പോയത്, മാറി കൊടുത്തു പോയി എന്നൊന്നും പറയരുത്. പിന്നെ ആരെ മക്കളെ കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യുക, ആൻസർ ബുക്ക് കൊടുക്കുക പേപ്പർ 1നും 2ഉം. OMR ഷീറ്റും കൂടെ കൊടുക്കണം. ഇതിൽ OMR ഷീറ്റ് ആൻഡ് MCQ ബുക്ക്ലെറ്റ് ഫോർ പേപ്പർ 3 and 4. MCQ ബുക്ക്ലെറ്റും കൊടുക്കണം, ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കണം എന്ന്. ഏതിന്, പേപ്പർ 3ക്കും 4നും. ക്വസ്റ്റ്യൻ എൻ്റെ അവകാശമാണെന്നൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോരരുത്, അതും കൂടെ കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ പോലും നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ടേക്ക് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ ആസ് അക്നോളജ്മെൻറ്റ് ഇൻ ദി എബൌട്ട് ടേബിൾ. ഈ കാര്യം മറക്കരുത്. കണ്ട, ഈ സ്പേസുകളിൽ ഇൻവിജിലേറ്ററുടെ പേര്, സിഗ്നേച്ചർ നിങ്ങൾ എടുക്കാൻ മറക്കരുത്. ഇത്രയും ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതാത് പേപ്പറിൻ്റെ ദിവസങ്ങൾ അവരുടെ സിഗ്നേച്ചർ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഇതാണ് നമ്മൾ എക്സാം എഴുതി എന്നുള്ളതിൻ്റെ പ്രൂഫ്. ഞാൻ എക്സാം എഴുതി, എനിക്ക് പേപ്പർ കിട്ടിയിട്ടില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തെറ്റാണ് എന്നൊന്നും പറയരുത്. നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രൂഫ് നീ കയ്യിൽ വെക്കണം. സാർ അഡ്മിറ്റ് കാർഡ് കളഞ്ഞു പോയി, ഞാനത് പോന്നപ്പോൾ വലിച്ചെറിഞ്ഞു, റോഡിലോട്ട് എറിഞ്ഞു, ബാഗിൽ വെച്ചിരുന്നു, ബാഗ് കാണാനില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അതൊക്കെ നിങ്ങൾ ഇറസ്പോൺസിബിൾ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സൂക്ഷിക്കണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഇൻവിജിലേറ്റർ നിങ്ങൾ എക്സാം എഴുതി എന്നുള്ളതിൻ്റെ പ്രൂഫിന് വേണ്ടി സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടാവും, അവരുടെ പേരിട്ടിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫ്. അത് സൂക്ഷിക്കണം എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്തോളണേ. ഓക്കെ. ഇനി വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു പറയുകയാണ്, നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തിട്ട് പറയുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എടുത്തു പറയുകയാണ്. എന്താണ്, അഡ്വാൻസ് റീഡിംഗ് ടൈം വിൽ സ്റ്റാർട്ട് 15 minutes ബിഫോർ ദ സ്കെഡ്യൂൾഡ് കമൻസ്മെന്റ് ഓഫ് ദ എക്സാമിനേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പേപ്പർ 1 and 2. എപ്പോഴാണ് സ്കെഡ്യൂൾഡ് കമൻസ്മെന്റ് ടൈം എന്ന് പറയുന്നത്? 2 മണിയാണ്. എല്ലാ എക്സാമിനും 2 o'clock എക്സാം തുടങ്ങുന്നത്. സോ പേപ്പർ 1ഉം 2ഉം 2 to 5, പേപ്പർ 3ഉം 4ഉം 2 to 4. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് 2 അല്ലേ, 2 o'clock അല്ലേ. പക്ഷേ പേപ്പർ 1നും 2നും 1:45, അതായത് 15 minutes ബിഫോർ ദ ഷെഡ്യൂൾഡ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ തരും. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റേ ഇതിലെ OMR ഷീറ്റിൽ എഴുതാനൊന്നും പറ്റില്ല. ശരിക്കും അത് സമ്മതിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയമാണ്. സോ അഡ്വാൻസ് റീഡിംഗ് ടൈം വിൽ സ്റ്റാർട്ട് 15 minutes ബിഫോർ ദ സ്കെഡ്യൂൾഡ് കമൻസ്മെന്റ് ഓഫ് ദ എക്സാമിനേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പേപ്പർ 1 and 2. സോ നിങ്ങൾക്ക് ആൻസർ പ്ലസ് ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഇതിനെല്ലാം കൂടെയാണ് 2 hours. ഫുള്ളി ആൻസേഴ്സ് എഴുതാനല്ല. അപ്പം അതിന് എക്സ്ട്രാ കിട്ടുന്നൊന്നും വിചാരിക്കരുത്. ഇനി
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോട്ട്? അഡ്വാൻസ് റീഡിംഗ് ടൈം എന്തിനില്ല? പേപ്പർ 3ക്കും 4നും ഇല്ല. 2 മണിക്ക് കറക്റ്റ് അവിടെ നിങ്ങൾക്ക് MCQ ബുക്ക്ലെറ്റ് തരുള്ളൂ. ഓക്കെ, ഷാൽ ബി ഓപ്പൺ ബൈ ദ കാൻഡിഡേറ്റ് at 2 PM only. Then third, late entry permitted only up to, ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്നാൽ ഒന്നും കൂടെ പറയാണ്, 2:15 ശേഷം എക്സാം ഹാളിൽ കയറാൻ പറ്റൂല ഫോർ ഓൾ പേപ്പേഴ്സ്. അത് MCQ ആയിക്കോട്ടെ നോൺ MCQ ആയിക്കോട്ടെ, പേപ്പർ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, മാക്സിമം 2:15 എക്സാം ഹാളിൽ എത്തിയിരിക്കണം. കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് ടു ലീവ് ദ എക്സാം സെൻറ്റർ ഓൺലി ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓഫ് ദി എക്സാം. എക്സാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഇത്ര സമയം മതി എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. എൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ, വാഷ്റൂമൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, പറഞ്ഞിട്ട് പോവാം. You must write MCQ booklet number in the attendance register while signing the same in paper 3 and 4. പേപ്പർ 3 ഉം 4ലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടുന്ന് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. നിങ്ങൾ ഇൻവിജിലേറ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ ഇടൂലേ, അതുപോലെ അവിടുന്ന് നിങ്ങളുടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഒക്കെ ഇടാനുണ്ട്. അതിൽ എന്ത് ചെയ്യണം, ബുക്ക്ലെറ്റ് നമ്പറും കൂടെ ഇടണം. ആ സ്ഥലത്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ എക്സാം ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ വല്ലാതെ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഓരോ കാര്യങ്ങൾ എഴുതേണ്ടത്, ബുക്ക്ലെറ്റിൽ എന്താ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. യു മസ്റ്റ് റൈറ്റ് MCQ ബുക്ക്ലെറ്റ് നമ്പർ, അതാണ് പറഞ്ഞത്. ദെൻ OMR ആൻസർ ഷീറ്റ് മസ്റ്റ് നോട്ട് ബി ടാഗ്ഡ് വിത്ത് MCQ ബുക്ക്ലെറ്റ്. OMR ആൻസർ ഷീറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് എന്തുമായിട്ട് ചെയ്യരുത്. OMR ആൻസർ ഷീറ്റ് മസ്റ്റ് നോട്ട് ബി ടൈഡ് ഓർ ടാഗ്ഡ് വിത്ത് MCQ ബുക്ക്ലെറ്റ്. MCQ ബുക്ക്ലെറ്റിൻ്റെ കൂടെ അത് ടാഗ് ചെയ്ത് വെക്കരുത്. മസ്റ്റ് നോട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ, മസ്റ്റ് നോട്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് ടാഗ് ചെയ്ത് വെക്കരുത്. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ട്, എക്സാം, മീഡിയം, സെൻറ്റർ, നെയിമിൻ്റെ സ്പെല്ലിങ്, രജിസ്ട്രേഷൻ നമ്പർ, അത് റിപ്പോർട്ടഡ് ഇൻ റൈറ്റിംഗ് ടു ദ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സോ ആസ് ടു റീച്ച് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 7 days prior to the examination. 7 ദിവസം എക്സാമിൻ്റെ 7 ദിവസം മുമ്പെങ്കിലും അവിടെ എത്തിയാൽ എക്സാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഴുതിയിരിക്കണം, ഇൻ റൈറ്റിങ്ങിലായിരിക്കണം. അത് 7 days ബിഫോർ ദ എക്സാമിനേഷൻ അവിടെ എത്തിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ സ്പെസിഫിക് കാര്യം ഇവിടെ പറയുന്നുണ്ട്, അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പത്തരയാണ് എന്തിലുള്ളത്, അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്തൊക്കെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പേജ് 3 അവസാനം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നിട്ടുണ്ട്. അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, റീച്ച് ദ എക്സാം സെൻറ്റർ ലേറ്റസ്റ്റ് ബൈ 1:30 PM. എക്സാം സെൻറ്ററിൽ എത്തുന്ന സമയം പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ 1:45 എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 1:30 മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം 1:30 നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തണം എന്നാണ്. എക്സാം സെൻറ്ററിൽ എത്തണം, അത് വൈകിക്കരുത്. ഒക്കുപ്പൈ ദ സീറ്റ് ഏൺ മാർക്ക്ഡ് അഗെയിൻസ്റ്റ് യുവർ റോൾ നമ്പർ, അതാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. കാരണം എക്സാം ഹാളിൽ അവിടെ എഴുതി വെച്ചിരിക്കും ഓരോ റോൾ നമ്പർ എവിടെയൊക്കെ ഇരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കാനൊന്നും പറ്റില്ല, അവിടെ റോൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ അടുത്ത് തന്നെ പോയി ഇരിക്കുക. നിങ്ങളുടെ റോൾ നമ്പർ ഏത് ബെഞ്ചിലാണോ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക. ദെൻ നിങ്ങളുടെ സ്വന്തം, അവിടുന്ന് പേനയും പെൻസിലൊന്നും തരൂല, നിങ്ങൾ തന്നെ കൊണ്ടുപോകണം, അതാണ് അടുത്തത്. ക്യാരി യുവർ ഓൺ പെൻ, HP പെൻസിൽ, എറേസർ, സ്റ്റാപ്ലർ, ഇങ്ക്, ബ്ലോട്ടിംഗ് പേപ്പർ, സ്കെയില്, ബാറ്ററി ഓപ്പറേറ്റഡ് നോയ്സ്ലെസ് കാർഡ്ലെസ് പോർട്ടബിൾ കാൽക്കുലേറ്റർ. എന്തേ ഉണ്ടാവുള്ളൂ, 6 ഫങ്ഷൻസേ ഉണ്ടാകാൻ പാടുള്ളൂ. 12 digits and up to 2 memories. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നോർമലി ഈ കാൽക്കുലേറ്ററൊക്കെ എന്താണ്, അലൗഡ് ആണ്. സയൻറ്റിഫിക് ഒന്നും കൊണ്ടുപോകരുത്, അത് അലൗഡ് അല്ല. 2 കാൽക്കുലേറ്ററുകൾ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. എപ്പോഴാണ് പണി തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ടൊന്നും ഫെയിൽ ആവരുത്. ആവശ്യത്തിനുള്ള പേന, പെൻസില്, കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ പേൻ എന്തായിരിക്കണം, ബ്ലാക്ക് ഇങ്ക് ബോൾ പോയിന്റ് പെന്ന് മാത്രമായിരിക്കണം. ബ്ലാക്ക് തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പേപ്പർ 1നും 2നും. മറ്റതിനും എന്താണ്, ബ്ലാക്കേ ഉപയോഗിക്കാവൂ, ശ്രദ്ധിക്കുക.
റോൾ നമ്പർ സ്പെസിഫൈഡ്, അത് നമ്മുടെ ആൻസർ ഷീറ്റ്, നമ്മൾ ആൻസർ ഷീറ്റ് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. റോൾ നമ്പർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെയ്യാം. ദെൻ ഓക്കെ, എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ ഒരു കോഡ് എഴുതി കാണും, ശ്രദ്ധിക്കുക. അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, ആ ബോർഡിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ ഇഷ്യൂ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കോഡ് എഴുതി കാണും. അത് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കോഡ് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം MCQ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾ വേറൊരു സാധനം എഴുതി, അല്ലെങ്കിൽ അടുത്തുള്ളവനോട് എന്ത് ചെയ്യുക, അടുത്തുള്ളവനോട് 1 എന്താ ചോദിക്കുമ്പോൾ അവൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ ആയിരിക്കും, ശ്രദ്ധിച്ചോണേ. അപ്പം അങ്ങനത്തെ കാര്യത്തിനൊന്നും പോകണ്ട. എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഡ് തന്നെ എഴുതുക. ചെക്ക് ദാറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ബിയേഴ്സ് ദ code as displayed on the notice board on the notice backboard announced in the examination room. Ensure that you have received the question paper bearing the correct code തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then check that the question paper is complete with reference to the number of pages mentioned therein. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര പേജസ് ഉണ്ടെന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്? അയ്യോ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ആ പേജസ് ഇല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, സാർ ഇതിൽ 7 പേജസ് പറയുന്നുണ്ടല്ലോ, ഇതിൽ 5 പേജേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് പേപ്പർ മിസ്സായിട്ടുണ്ട്, എനിക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ആൾറെഡി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റായിരുന്നു, അയ്യോ ഞാൻ അതിനൊന്നും സ്കോപ്പില്ല എന്നുള്ളതാണ്. കാരണം അഡ്മിറ്റ് കാർഡിൽ അത്രയും കൃത്യവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, നോക്കിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പറയണം, അപ്പോഴേ പരിഹാരം കണ്ടെത്തണം. അല്ലാതെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ മെയിൽ ചെയ്യാണ് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളായിരുന്നു എന്ന് പറയല്ല. ക്വസ്റ്റ്യൻ നമ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ കുറവായിരുന്നു, ഒരു ഷീറ്റ് മിസ്സായിരുന്നു ഒക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണോടാ. ചെക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് കംപ്ലീറ്റ് വിത്ത് റെഫറൻസ് ടു നമ്പർ ഓഫ് പേജസ് മെൻഷൻഡ്. 7 കഴിഞ്ഞു. അടുത്ത എന്താണ്? റൈറ്റ് റോൾ നമ്പർ അറ്റ് ദ സ്പെസിഫൈഡ് പ്ലേസ് ഇൻ ദ ആൻസർ ബുക്ക് ഓൺലി ഇൻ ദ OMR ആൻസർ ഷീറ്റ്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ എഴുതാൻ അവിടെ മാത്രം എഴുതുക എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും പോയിട്ട് റോൾ നമ്പർ എഴുതിയാൽ വിത്ത് ചെയ്യും, നിങ്ങളുടെ എക്സാംസ് റിസൾട്ട് വരില്ല. അപ്പോൾ അതിലൊന്നും നിൽക്കരുത്. ഇതൊക്കെ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണോ നമ്മൾ കൊടുക്കേണ്ടത് അവിടെ മാത്രം കൊടുക്കുക. ഓക്കെ, ദെൻ പേപ്പർ 1ൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാം, നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്ത് ആ രീതിയിൽ എഴുതാം. പേപ്പർ 2 എയിലും അതേപോലെ ചെയ്യാം. പേപ്പർ 2 പാർട്ട് ബി നിങ്ങൾ ഇനി ഹിന്ദി ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഇംഗ്ലീഷ് എഴുതാൻ പറ്റുള്ളൂ. കാരണം പേപ്പർ ഏതാ? BCR അല്ലേ? BCR ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 3ഉം 4ഉം ഡാർക്കൻ ചെയ്യാനേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് എന്തില്ല, ഏത് മീഡിയം ആണ് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. ദെൻ 10th 1 നമ്മൾ നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, പല കുട്ടികളും ചെയ്യാത്തൊരു കാര്യമാണ്. വെറുതെ റിസ്ക് എടുക്കരുത്. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ഷീറ്റുകളൊക്കെ നമ്മൾ ട്രൈ ഒക്കെ ചെയ്താലും ചിലപ്പോൾ മിസ്സാവാം. കാരണം ഇത് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സാധനമാണ് അല്ലേ, ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ, എന്നാലാണല്ലോ ഇത് പിന്നെ നോക്കാനൊക്കെ പറ്റുക. ആ സമയത്തൊക്കെ വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്നുള്ള വാശി പിടിക്കരുത്. എന്താണ്, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ ടിക്ക് ഇടാൻ പറയുന്നുണ്ട്. 1 ടിക്ക് ഇടുക, 2 എഴുതിയിട്ടുണ്ട് ടിക്ക് ഇടുക. ആ ടിക്ക് പ്രോപ്പർലി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ടിക്ക് മാർക്ക് ഇടാൻ വിട്ടുപോകരുത്. ആ ടിക്ക് മാർക്ക് ഇട്ടേക്കണം, ടിക്ക് മാർക്ക് ഇട്ടിരിക്കണം. ദെൻ 11 സബ്മിറ്റ് ആൻസർ ബുക്ക് ഇൻ കേസ് ഓഫ് പേപ്പർ 1 and 2 ആൻഡ് ബോത്ത് OMR ആൻസർ ഷീറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇൻ കേസ് ഓഫ് പേപ്പർ 3 and 4. വീണ്ടും പറയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു ഡോക്യുമെന്റിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു നോക്കൂ. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ അല്ലേ. നിങ്ങൾ പേപ്പർ 1ൻ്റെയും 2ൻ്റെയും എന്ത് മാത്രം കൊടുത്താൽ മതി? ആൻസർ ബുക്ക് മാത്രം കൊടുത്താൽ മതി അല്ലേ, ആൻസർ മാത്രം കൊടുത്താൽ മതി. 3ക്കും 4നും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും കൊടുക്കണം, MCQയുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും കൊടുക്കണം, നിങ്ങൾ ആൻസർ എഴുതിയ OMR ഷീറ്റും കൊടുക്കണം. രണ്ടും കൊടുക്കണം. വീണ്ടും പറയാണ്, രണ്ടും കൊടുക്കണം, തെറ്റ് വരുത്തരുത്. ദെൻ fasten all answer books including additional answer books used with a tag also staple them എന്നാണ്. പേപ്പർ 1നും 2നും. മറ്റതിനാ കുഴപ്പം ഉണ്ടാവില്ല, ഇതിന് MCQയുടെ ഇതല്ലേ, സർക്കിൾ ചെയ്യാനല്ലേ, അതിന് പ്രശ്നമില്ല. 1ഉം 2 നിങ്ങൾ അഡീഷണൽ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി ടാഗ് ചെയ്യുക, സ്റ്റേപ്പിൾ ചെയ്യുക പ്രോപ്പർലി. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് ഒരു സ്റ്റേപ്പിൾ കയ്യിൽ വെച്ചേക്ക്. കാരണം ഇത്തവണ അത് വളരെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബോൾഡ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സാവുന്ന കേസുകൾ ഉണ്ടായിരിക്കാം, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ചെക്ക് പറയുന്നത്. എന്ത് ചെയ്യണം? ടാഗും വേണം, സ്റ്റേപ്പിളും ചെയ്യണം. നിങ്ങളൊരു സ്റ്റേപ്പിൾ കയ്യിൽ വെക്കുക.
ഓക്കെ, ടാഗും ചെയ്യണം, സ്റ്റേപ്പിളും ചെയ്യണം ഫോർ പേപ്പർ 1 and 2. ദെൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യാതിരിക്കരുത്, അത് ഉറപ്പാക്കുക. ഞാൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ 13 കാര്യങ്ങളാണ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. 13 കാര്യങ്ങളാണ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന്, 1:30 മുമ്പായിട്ട് എക്സാം സെൻറ്ററിലെത്തുക. കറക്റ്റായിട്ട് റോൾ നമ്പർ എവിടെയാണ് അവിടെ തന്നെ ഇരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൊണ്ടുപോവുക. പേന, പെൻസിൽ, കാൽക്കുലേറ്റർ, ഇവിടെ എന്ത് ചെയ്തത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകാതിരിക്കുക. പിന്നെ ആൻസർ ബുക്ക് എങ്ങനെ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ ടൈ ചെയ്യുക, പ്രോപ്പറായിട്ട് ടൈ ചെയ്യുക, സ്റ്റേപ്പിൾ ചെയ്യുക. പിന്നെ പേപ്പർ 1-നും 2-നും ആൻസർ ബുക്ക് കൊടുക്കുക. പേപ്പർ 3-ക്കും 4-നും നിങ്ങളുടെ MCQ ബുക്ക്ലെറ്റും സർക്കിൾ ചെയ്ത സാധനവും പിന്നെ MCQ ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടും കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞു. ടിക്ക് മാർക്ക് ഇടുക. ഇത്രയും കാര്യങ്ങളാണ് ടൂസിൽ. ഡോണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലാക്ക് അല്ലാത്ത വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്കെച്ച് പെൻ ഉപയോഗിക്കാൻ പാടില്ല, ഹൈലൈറ്റർ ഉപയോഗിക്കാൻ പാടില്ല, അത് അണ്ടർലൈൻ ചെയ്യാനോ ഹൈലൈറ്റിങ്ങിനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സോ നിങ്ങൾ 2 ഉപയോഗിക്കാൻ പാടുള്ളൂ എഴുതാണ്. ഒന്ന് ബ്ലാക്ക് പെന്ന്, 2 HP പെൻസിൽ. വേറൊന്നും കൊണ്ടുപോകരുത്. മേക്ക് റൈറ്റ് എനി നോട്ടിങ് റഫ് വർക്ക് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ചെയ്യരുതെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ചെയ്യരുത്. ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ. നിങ്ങൾക്കിപ്പോൾ വേറെ സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ അവരോട് വേറെ പേപ്പർ തരാൻ പറയണം. ഒരു എക്സ്ട്രാ അഡീഷണൽ ഷീറ്റ് വാങ്ങിയിട്ട് അത് അതിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പിന്നെ മായ്ച്ചുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പക്ഷെ അവർ എഴുതണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യരുത്. ഇൻവിജിലേറ്റർ പറയാണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ വെറുതെ വാശി പിടിക്കരുത്, പിന്നെ എഴുതരുത്. Carry any paper, book, notes or any other written materials in the examination room. ഹാൾ കൊണ്ടുപോകാൻ പറ്റൂല. ഡോൺസ് ആണ് അല്ലേ, ഇത് ഷുഡ് നോട്ട് ഡു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാർഡ്ബോർഡ് കൊണ്ടുപോണ്ടാ എന്ന് പറഞ്ഞിട്ടില്ല. കാർഡ്ബോർഡിൽ വേറെ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേണ്ട, അങ്ങനെ ശീലിക്കണ്ടെന്നേ. അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് പറയുന്നു. ദെൻ 4th one, റൈറ്റ് റോൾ നമ്പേഴ്സ് എനിവേർ. അതായത് റോൾ നമ്പർ ഇങ്ങനെ എഴുതുക പല സ്ഥലത്ത്, അതൊന്നും പറ്റില്ല. അത് എവിടെയാണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ മാത്രം എഴുതുക എന്നുള്ളതാണ്. ദെൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്ട്രക്ഷനിലും പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ നല്ല വിശ്വാസിയായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ റിലീജിയസ് സിമ്പിളോ അല്ലെങ്കിൽ റിലീജിയസ് നെയിമുകളൊക്കെ എഴുതിയാലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വരിക. പക്ഷെ അതിന് നിൽക്കല്ലേ. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് റിലീജിയസ് സിമ്പിൾസോ പ്രേയേഴ്സോ ഗോഡ്സിൻ്റെ നെയിമുകൾ, ഗുരുവിൻ്റെ നെയിമുകൾ, ഓം, സ്വാസ്തിക, 786 അങ്ങനത്തെ സാധനങ്ങളൊന്നും എവിടെയും എഴുതരുത്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ വിശ്വാസമൊക്കെ നിങ്ങൾ എക്സാം ഹാളിൻ്റെ മുന്നിൽ കയറുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കയറിക്കോ അല്ലേ, നിങ്ങളുടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷെ എക്സാം ഹാളിൽ കയറിയതിന് ശേഷം മനസ്സിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോ, അല്ലാതെ പേപ്പറിൽ പ്രാർത്ഥിക്കരുത്. പേപ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും കാണിക്കരുത്. ദെൻ റൈറ്റ് ഓർ മേക്ക് എക്സ്ട്രോണിയസ് ഇറലവൻ്റ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സോ റിമാർക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഓക്കെ. ദെൻ ക്യാരി പ്രിൻറ്റിംഗ് മോഡൽ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഓർ സ്മാർട്ട് വാച്ച്. ഇതൊന്നും പറ്റില്ല. പ്രിൻറ്റിംഗ് മോഡൽസ്, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച് ഇത് പറ്റില്ല. സ്മാർട്ട് വാച്ച് പറ്റില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ എക്സ്ചേഞ്ച് പെന്ന്, പെൻസിൽ, എറേസർ, ക്വസ്റ്റ്യൻ പേപ്പർ, സ്കെയില്, കാൽക്കുലേറ്റർ ചെയ്യരുത്. നിനക്കുള്ള സാധനം നീ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫുൾ എക്യുപ്ഡ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. CA ഫൗണ്ടേഷനാണ്. നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകണേ അല്ലേ. നന്നായി കഷ്ടപ്പെട്ട് ഉറക്കം വെച്ച് പഠിച്ചിട്ടല്ലേ എക്സാമിന് പോകുന്നത്. എന്നിട്ട് അവിടെ പേന കൊണ്ടുപോയില്ല, പെൻസിൽ കൊണ്ടുപോയില്ല, പേന പൊട്ടിപ്പോയി, പെൻസിൽ പൊട്ടിപ്പോയി, ഷാർപ്പനർ എടുക്കാൻ മറന്നു എന്നൊന്നും പറയരുത്. അതൊക്കെ നിങ്ങൾ ഫുൾ എക്യുപ്ഡ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. മറ്റുള്ളവൻ്റെ അടുത്ത് നിന്ന് ശരിക്കും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ടോക്ക്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ എക്സാമിനി. അതർ ആൾക്കാരോട് അതിൻ്റെ ഉള്ളിൽ കയറി സംസാരിച്ചുകൊണ്ടിരിക്കരുത്, അവരോട് ഇത് ചെയ്യരുത്. ദെൻ ആൻസർ ബുക്കിൽ നിന്ന് ഏതെങ്കിലും പേജസ് കയറി കൊണ്ടുവരിക, അഡീഷണൽ ആൻസർ ബുക്കിൽ നിന്ന് ഏതെങ്കിലും കൊണ്ടുവരിക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എത്ര അഡീഷണൽ ബുക്ക് എടുത്തു അത് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് തമ്മിലൊക്കെ എന്ത് ചെയ്യും, ക്രോസ് വെരിഫിക്കേഷൻസ് ഒക്കെ വരും. പെർമിഷൻ എടുക്കാതെ എന്ത് ചെയ്യരുത്, സീറ്റിൽ നിന്നും എണീറ്റിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ചില കാര്യങ്ങൾ വാഷ്റൂമിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടാവും. എണീറ്റ് നിൽക്കുക, കൈപൊന്തിക്കുക. അപ്പോൾ അവരടുത്തോട്ട് വരും, അവരോട് കാര്യം പറയുക. അപ്പോൾ അവർ പറയും എങ്ങനെയാണ് പോകേണ്ടത്, എവിടെ പോകേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണം പറയാം. അത്തരം കാര്യങ്ങളൊക്കെ പെർമിഷൻ എടുക്കുക.
വിത്തൗട്ട് പെർമിഷൻ സീറ്റിൽ നിന്നും പോകരുത്. ക്യാരി മൊബൈൽ ഫോൺസ് ഓർ എനി അതർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഡിവൈസ് ഇൻ എനി ഫോം. ഡോൺസിലാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റർ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ട്. ദെൻ ട്വിങ്കൊന്നും വായിലിട്ടിട്ട് എക്സാം ഹാളിൽ കയറരുത്. സ്മോക്ക്, ചൂ ടൊബാക്കോ, ബെറ്റൽ നട്ട്, ഗം ഇതൊന്നും പെർമിറ്റബിൾ അല്ല. മാർക്ക് യുവർ ആൻസർ ഇൻ റെസ്പെക്ട് ഓഫ് പേപ്പർ 3 and 4 ഇൻ ദ MCQ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ടു യു. അത് OMR ഷീറ്റിൽ മാത്രമേ MCQ ഇതെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പലതിലും എന്തായിരിക്കും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആയിരിക്കും ടിക്കറ്റ് ശീലിച്ച് കാണാം, MCQ ബുക്ക്ലെറ്റിലായിരിക്കൂല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ടിക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങി പോരരുത്. MCQ ബുക്ക്ലെറ്റിൽ എന്ത് ചെയ്യാം, സർക്കിൾ ചെയ്തിട്ട് തന്നെ അത് ചെയ്യാം. ദെൻ സ്റ്റേപ്പിൾ ചെയ്യുക, ടാഗ് ചെയ്യുക OMR ആൻസർ ഷീറ്റിൽ വിത്ത് MCQ ബുക്ക്ലെറ്റ്. അത് ചെയ്യരുത് എന്നാണ്. എന്താ പറഞ്ഞേ നിങ്ങൾ OMR ആൻസർ ബുക്കും ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യരുത്, ടാഗ് ചെയ്യരുത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വെക്കാൻ ഒരു സ്ഥലം തരും, അവിടെ ക്വസ്റ്റ്യൻ വെക്കുക. OMR ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേറൊരു പ്ലേസ് ആയിരിക്കും, അവിടെയും വെക്കുക. രണ്ടും കൂടെ ടൈപ്പ് ചെയ്യരുത്, രണ്ടും കൂടെ ടാഗ് ചെയ്യരുത്. കീപ് ദ OMR ആൻസർ ഷീറ്റ് ഇൻസൈഡ് ദ MCQ ബുക്ക്ലെറ്റ്. അതൊന്നും ചെയ്യരുത്. MCQ ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിൽ OMR ആൻസർ ഷീറ്റ് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. വൈൽ സബ്മിറ്റിംഗ് ദ ഇൻവിജിലേറ്റർ സബ്മിറ്റ് ദം സെപ്പറേറ്റ്ലി. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സ്ഥലത്തായിട്ട് തന്നെ വെക്കുക. അവർ പറയുന്നുണ്ടാവും ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക. ഏതിൻ്റെ കേസിൽ പേപ്പർ 3ഉം 4ഉം ആണ് ഈ പ്രശ്നം വരിക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വീട്ടിലോട്ട് എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെയാണ് അത് പറ്റുക. ഈ സൈഡിൽ ആൻസർ വെക്കുക, അത് ആ കറക്റ്റ് സ്പേസിൽ തന്നെ വെക്കുക. നിങ്ങൾ ഇൻവിജിലേറ്ററിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് ഇതാണ്. നിങ്ങൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫ്രീക്വൻ്റ്ലി ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 ഡേയ്സും കൂടെ ഉണ്ട് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ നമുക്കിനിയൊരു 15 ഡേയ്സും കൂടെ ഉണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായി തന്നെ പോട്ടെ, നിങ്ങളുടെ റിവിഷൻ നന്നായി തന്നെ പോട്ടെ, പേടിക്കാതിരിക്കുക. ഫുള്ള് പഠിച്ച് തീർത്തിട്ടൊന്നും CA ഫൗണ്ടേഷൻ എക്സാം എഴുതൽ നടക്കൂല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് ഇന്നഫാടും, അത് മതി. കൂടുതലായിട്ട് പഠിച്ച് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ എപ്പോഴും പറയും പോലെ 120 മാർക്ക്, നിങ്ങൾക്കൊരു 80 നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, 80 മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പേപ്പർ ജയിക്കുന്ന, നിങ്ങൾക്കൊരു 60 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് തന്നെ പോവുക. അതായത് ഏകദേശം 40 മാർക്ക്, 120 എന്തെങ്കിലും എഴുതണ്ടല്ലോ, 100 എഴുതണ്ടേ. ഇനി നിങ്ങൾക്ക് 100 എഴുതാൻ പറ്റുന്നില്ല, 80 എഴുതാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തുണ്ട്, 40 മാർക്കിന് വിടാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാത്ത ഏരിയ ഉണ്ട്, അത് പഠിക്കാത്തൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. പകരം നിങ്ങൾ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതിൽ നിന്നൊരു മാർക്കും എനിക്ക് പോകരുത്, എനിക്ക് അറിയുന്ന ഏരിയ ആണല്ലോ. നിങ്ങൾ തിരിച്ച് ചിന്തിക്കരുത്, ഇതെനിക്ക് ആൾറെഡി അറിയുന്ന ഏരിയ ആണല്ലോ, അപ്പോൾ ഇനി പഠിക്കേണ്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പ്രശ്നമാവും. CA എക്സാമിന് സൂപ്പർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എഴുതുന്ന കാര്യത്തിന് സൂപ്പർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഓരോ ഏരിയയിലും കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എങ്കിലാണ് നമുക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. ഓക്കെ, എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഫുള്ള് പഠിക്കുന്നതിനേക്കാളും ഇനി നല്ലത് പഠിച്ച കാര്യങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായിരിക്കും ഈസി. ഈ ഒരു സമയത്ത് പുതിയൊരു സാധനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും. പുതിയൊരു സാധനം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ടെൻഷൻ അടിക്കും. നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ എക്സ്പെക്ട് ടഫ് എക്സാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ എക്സാം നല്ല ടഫായിട്ടായിരിക്കും വരിക. ഫസ്റ്റ് അക്കൗണ്ട്സിന് പോവുകയാണ്, നല്ല ടഫായിട്ടായിരിക്കും എക്സാമിന് വരിക എന്ന് വിചാരിച്ചിട്ട് പോകും. അപ്പം ഈ ടഫായാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുക അക്കൗണ്ട്സ് ഈസി ആയിരിക്കും എന്ന് പോയിട്ട് കുറച്ചൊന്ന് ടഫാകുമ്പോൾ നിങ്ങൾ ആകെ നമ്പർ തെറ്റും. അങ്ങനെ ചെയ്യരുത്. എക്സ്പെക്ട് ടഫ് എക്സാം. ആദ്യം അക്കൗണ്ട്സിന് പോവുകയാണ്, അക്കൗണ്ട്സിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, ടഫായിരിക്കും. എന്നാലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോട് കളിക്കുന്നത്, ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എത്ര ടഫ് വന്നാലും ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും. ഞാൻ എൻ്റെ ബെസ്റ്റ് പേപ്പറിൽ കാണിക്കും. ഈ 3 മണിക്കൂറാണ് ഞാൻ CA ഫൗണ്ടേഷൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യും, കളിക്കും. നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോടെ എക്സാമിന് പോവാം. ദെൻ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് കഴിഞ്ഞു, ചിലപ്പോൾ ടഫായിരിക്കും, കുഴപ്പമില്ല, എഴുതടേ. അക്കൗണ്ട്സ് കഴിഞ്ഞു, അയ്യോ സൂപ്പർ ടഫായി, നിങ്ങൾക്ക് പിന്നെ ലോ പഠിക്കാതിരിക്കരുത്. അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യുക, ഇതെല്ലാവർക്കും ഇങ്ങനെയാ. ഈ പേപ്പർ നിനക്ക് മാത്രമല്ല ടഫ്, CA ഫൗണ്ടേഷൻ എഴുതുന്ന ഇന്ത്യയിലെ എല്ലാവർക്കും, ഇനി പുറത്ത് എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ടഫ് എക്സാമാണ് വന്നിരിക്കുന്നത്.
അതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ എക്സാമിന് അത്ര ടഫാണ്, എല്ലാവർക്കും ടഫാണ്. ഞാൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം അയ്യോ ഇതിനേക്ക് 35 കിട്ടുള്ളൂ. ഈ വർഷം അക്കൗണ്ട്സിന് എല്ലാവർക്കും 5 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ 40 ആയില്ലേ. നീ ഇതും പറഞ്ഞ് ലോ പഠിച്ചിട്ടില്ലെങ്കിലോ ലോക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയാൽ അത് കരുതി വിഷമിക്കരുത്. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ഞാൻ ഇത് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിന്റെ ബെസ്റ്റ് കൊടുക്കുക, ചിരിച്ചുകൊണ്ട് എക്സാമിനെ നേരിടുക. അടിപൊളി എക്സാം, വല്ലാത്ത എക്സാമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിരിക്കുന്നത്. എഴുതുക, ചിരിച്ചുകൊണ്ട് നേരിടുക. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവിടെ നിന്നിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. അടുത്ത എക്സാം തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്യുക, ഡിസ്കഷൻ ഒഴിവാക്കുക. അക്കൗണ്ട്സ് കഴിഞ്ഞ് അന്ന് അവിടെ ചുമ്മാ ഡിസ്കസ് ചെയ്തിട്ടേ വെറുതെ ഉള്ള കോൺഫിഡൻസ് തെറ്റിക്കരുത്. ഡിസ്കഷൻ പരമാവധി ഒഴിവാക്കുക. എന്നാലും നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് തെറ്റിയാലും അവൻ്റെ എല്ലാവരും ശരി, എൻ്റെ മാത്രം തെറ്റിയൊന്നും തീരുമാനിക്കേണ്ട. അങ്ങനെ വിചാരിച്ച ആൻസറുകളൊക്കെ പിന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കഷൻ ഒഴിവാക്കുക, നേരെ ലോ പഠിക്കുക, ലോ എക്സാം എഴുതുക. അപ്പോഴും എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് ഒരു ഓക്കെ പേപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ടത് ലോ ടഫായിരിക്കും. അല്ലെങ്കിൽ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, അപ്പോഴും തീരുമാനിക്കേണ്ടത് എന്താ, അപ്പോൾ ഇനി ലോ ആയിരിക്കും അവർ പിടിക്കുക. ഇത് ടെൻഷൻ അടിക്കാനല്ല. നെവർ എക്സ്പെക്ട് ഈസി പേപ്പർ ഇൻ എക്സാമിനേഷൻ, CA എക്സാമിനേഷനിൽ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആൾറെഡി പ്രതീക്ഷിക്കുന്ന ടഫ് എക്സാമാണ്, ടഫ് വന്നു, ഓക്കെയാണ്. നമ്മൾ ഭയങ്കര ഈസി എക്സാം പ്രതീക്ഷിച്ച് ടഫ് വരുമ്പോഴാണ് നമ്മുടെ എല്ലാ ടെമ്പറും തെറ്റുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈസി ആയി വരും. അല്ലെങ്കിൽ പലരും പറയുന്നതാണ് എക്കണോമിക്സ് BCക്ക് എപ്പോഴും ഈസി ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ എക്സാം, ഒരു എക്സാം കഴിഞ്ഞു അടുത്ത എക്സാം ഓക്കെ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ അടുത്ത എക്സാം ടഫായിരിക്കും എന്ന് ചുമ്മാ അങ്ങ് വിചാരിച്ചോടാ. ഒറ്റ കാര്യമാണ്, ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ ഈ 2 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ തളരരുത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. എക്സാം എത്ര ടഫാണെങ്കിലും നിങ്ങളിങ്ങനെ എഴുതി വരുമ്പോൾ പതുക്കെ അത് ഈസി ആയിട്ട് വരും. പുള്ളി ഒരു മെൻ്റൽ ഗെയിം ആയിരിക്കും എവിടെ, എക്സാമിനേഷൻ ഹാളിൽ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തളരരുത്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പഠിച്ചതൊക്കെ ഇനഫാണ്, ജസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റൊരു എക്സാം ഹാളിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ദെൻ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിലോട്ട് പോവുക. നമുക്ക് നിങ്ങളെല്ലാവരെയും എന്ത് ചെയ്യണം, ഇൻ്ററിൽ കാണാൻ പറ്റണം. ഇൻ്ററിൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് നിങ്ങളെ ഇൻ്ററിലോട്ട്, CA ഇൻ്ററിലോട്ട്, നമ്മുടെ അടുത്ത സ്റ്റേജിലോട്ട്, കുറച്ചും കൂടെ നല്ലൊരു സ്റ്റേജിലോട്ട് നമ്മൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച അത്രയൊക്കെ മതിയടേ. അപ്പോൾ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് എക്സാം എഴുതി വരിക. ബൈ.